ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാരി തിരികെ വീട്ടിലെത്തുകയാണ്. അങ്ങനെ രാഹുലിനെ കാണുമ്പോൾ വളരെ ദേഷ്യത്തോടു കൂടി രാഹുലിനോട് സംസാരിക്കുക ചെയ്യുന്നുണ്ട്. അപ്പോൾ രാഹുൽ മനുവിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മനുവിനെ കുറ്റം പറയൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെ ശാരി അകത്തേക്ക് പോകുന്നുണ്ട്. അതേ സമയത്ത് റൂമിലാണെങ്കിൽ നമ്മുടെ സാരിയുടെ ഡ്രസ്സൊക്കെ മടക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. എന്തായാലും എൻ്റെ മോളോട് ഈ ഒരു കാര്യം പറയണം, അവൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിലൊരു സത്യം ഉണ്ടാവില്ല, എൻ്റെ മോൾ ഇത് അറിഞ്ഞിരിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ പറയാൻ നിൽക്കണം. അതേ സമയത്ത് മോളെ എന്ന് വിളിക്കുന്ന സമയത്ത് തന്നെ കിരൺ ഫോൺ ചെയ്യുകയാണ്. അങ്ങനെ കിരൺ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ വിശ്വാസമില്ലാത്തത് കൊണ്ട് നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങളുടെ മകളോടും പറയാനാണ് ഉദ്ദേശമെങ്കിൽ പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവർ കറഞ്ഞ നിലയ്ക്ക് എന്തായാലും താര എന്ന് പറയുന്ന സ്ത്രീയെ കൊണ്ട് ഞങ്ങൾ കേസ് കൊടുപ്പിക്കും. അപ്പോൾ കോടതിയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കോടതി തന്നെയായിരിക്കും പിന്നെ DNA ടെസ്റ്റ് നടത്താൻ പോകുന്നത്. അങ്ങനെ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങളുടെ ഭർത്താവും നിങ്ങളുടെ മകളും മാത്രമായിരിക്കില്ല, അവിടെയുള്ള ലോകർ മുഴുവനും ഇതറിയും നിങ്ങളുടെ മകളല്ല സരയു എന്നുള്ളത്. അതോടുകൂടി നമ്മുടെ താര ആൻറ്റിക്ക് നീതി കിട്ടുകയും ചെയ്യും, മോളെ തിരിച്ചു കൊടുക്കേണ്ടിയും വരും. അതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് വേണം പറയാനായിട്ട് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് നമ്മുടെ കിരണാണെങ്കിൽ ശാരി. അങ്ങനെ ശാരി ഒന്നും മിണ്ടാതെ അങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. അപ്പം സരയു ചോദിക്കുന്നത് ആരാമ്മ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ മോളെ എന്ന് പറയുകയാണ്. എന്നിട്ട് ഫോൺ എടുത്ത് വാങ്ങിച്ച് നോക്കുകയാണ് സരയും. ആ സമയത്ത് ഇത് അവനാണല്ലോ, ഇവനെന്തിനാ അമ്മേനെ വിളിച്ചത്, അമ്മയോട് എന്താ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ രൂപയുടെ വീട്ടിലേക്ക് ഞാൻ പോയിരുന്നതൊന്നും അവന് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് അവൻ എന്തൊക്കെയോ ഇല്ല കഥകളൊക്കെ പറയുകയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ദേഷ്യപ്പെടും. ഇവനെന്തായാലും നേരിട്ട് ചെന്ന് നമുക്ക് കാണാം, അങ്ങനെ എൻ്റെ അമ്മയെ അവനെ ഭീഷണിപ്പെടുത്താൻ അവൻ ആരാണെന്നൊക്കെ ചോദിച്ചിട്ട് സാരി പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ ശാരി പറയുന്നുണ്ട്, വേണ്ട മോളെ അങ്ങോട്ടേക്കൊന്നും പോകണ്ട, മോള് മിണ്ടാതിരുന്ന് അവൻ എന്തെങ്കിലും ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. എന്തായാലും രൂപയുടെ കള്ളക്കളികളൊക്കെ ഞാൻ പഠിത്ത് തന്നെ കണ്ടുപിടിക്കും എന്നൊക്കെ വീണ്ടും പ്രതീക്ഷ കൊടുക്കുകയാണ് സരയുവിന് ശാരി. അതിനുശേഷമാണെങ്കിൽ ശാരി തൻ്റെ റൂമിൽ അങ്ങനെ ചെന്ന് ഇരിക്കുകയാണ്. എന്നിട്ട് ആ കൂട്ടുകാരി പറഞ്ഞ വാക്കുകളൊക്കെ വീണ്ടും വീണ്ടും ആലോചിക്കുകയാണ്. ഇതിനിടയിലാണെങ്കിൽ കല്യാണിയും കിരണും സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട്. അങ്ങനെ കല്യാണി എന്തായാലും ഈ ഒരു കാര്യം സരയുവിനോട് നമുക്ക് അറിയിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, ഈ കാര്യം അവൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ നഷ്ടപ്പെട്ടതാണ് അവൾ, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവൾ ആത്മഹത്യക്ക് വരെ ശ്രമിച്ചെന്ന് വരാം. പിന്നെ തന്നെയല്ല ബകാസുരനാണെങ്കിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആരെ എന്ത് ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ട് അവരറിഞ്ഞ കാര്യങ്ങൾ ഇപ്പം തൽക്കാലം അവരെ അറിയിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ സരയുവിനെ വിളിച്ചു വരുത്തുന്നതാണ് കല്യാണിയും കിരണും. അങ്ങനെ സരയു വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാ നിങ്ങൾ എന്നെ കാണണമെന്ന് പറഞ്ഞെന്ന് ചോദിക്കുന്ന സമയത്ത് നിന്നോടൊരു കാര്യം പറയാനാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് താരയാണ് നിൻ്റെ അമ്മ ശാരിയല്ല എന്നൊക്കെ പറയുമ്പോൾ സാര എങ്ങനെ പൊട്ടിക്കരയുകയാണ്. ഇല്ല, ഒരിക്കലില്ല, നിങ്ങൾ ഇല്ലാത്ത കഥകൾ പറയുണ്ടാക്കുകയാണെന്ന് പറയുമ്പോൾ നീ എനിക്ക് അതിന് തെളിയിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് ഈ ലോകത്ത്, നീ അത് വേണമെങ്കിൽ തെളിയിച്ചു, അപ്പോൾ നിനക്ക് മനസ്സിലാവും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞങ്ങനെ നമ്മുടെ കല്യാണിയും കിരണും നമ്മുടെ സരയുവിനോട് പറയുമ്പോൾ സരയാണെങ്കിൽ ദേഷ്യപ്പെട്ട് കാറും എടുത്ത് അവിടെയൊന്നും പോകുന്നുണ്ട്. പക്ഷേ നേരെ വന്നിട്ട് സരയു ശാരിയോട് ചോദിക്കുന്നുണ്ട്, അമ്മേ അവൻ പറഞ്ഞ വല്ലതും സത്യമുണ്ടോ, അമ്മ തന്നെയല്ലേ എൻ്റെ അമ്മ, എന്തൊക്കെയാണ് ഈ പറയുന്നത്, ആ താഴ്ന്ന സ്ത്രീയാണോ എൻ്റെ അമ്മ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം ശാരി പറയുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല മോളെ, അവരിങ്ങനെയൊക്കെ പറയുന്നുണ്ട്, അച്ഛൻ നമ്മളെ ചതിച്ചെന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ശാരിയും പറയുകയാണ്. അപ്പോൾ ഇല്ല, എൻ്റെ അമ്മ തന്നെയാണെന്ന് പറയുമ്പോൾ ശാരിയാണെങ്കിൽ തൊഴുകയോട് കൂടി നിൽക്കുകയാണ്, ഒന്നും അറിയില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ തല തെല്ലുകയാണ് അവിടെ ചുമരിലിട്ടിട്ട് സരയു. ആ സമയത്ത് മോളെ എന്ന് പറഞ്ഞ് വിളിച്ചു മാറ്റുകയാണ്. ഇല്ല, ഞാൻ ഇപ്പം തന്നെ എന്തെങ്കിലും ചെയ്യും, കടുങ്കൈ ചെയ്യും എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ അപ്പോൾ ഈ കാണിച്ചത് മുഴുവനും നമ്മുടെ ശാരി അവിടെ കിടന്ന് കണ്ട സ്വപ്നമാണ്. ശാരിയുടെ പേടി മാത്രമാണ് സരയുവിനെ അറിയിക്കുമെന്നുള്ളത്. അങ്ങനെ സര ഇതൊന്നും അറിഞ്ഞിട്ടില്ല, അതൊക്കെ ശാരി സ്വപ്നം കണ്ടതാണ്. അങ്ങനെ അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് ഇതിനൊരു തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ അവൾ ഫോണും എടുത്ത് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ വീണ്ടും അവിടെ രാഹുൽ ഉണ്ടായിരിക്കും. നീ എവിടെ പോവാണ്, നീ എന്താ ഇന്നലെ എൻ്റെ റൂമിൽ നിന്ന് മാറിക്കിടന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് കിടക്കാൻ പോകുന്നത്, ഈ മാറുന്നല്ല ജീവിതത്തിൽ നിന്ന് തന്നെ മാറാൻ പോകണം, ഞാനിപ്പോൾ ഒരു പോക്ക് ഞാൻ പോകുന്നുണ്ട്, വരുമ്പോൾ എനിക്കിതിൻ്റെ ഞാൻ പല സത്യങ്ങൾ അറിഞ്ഞിട്ടായിരിക്കും വരാൻ പോകുന്നത്, അപ്പോൾ ബാക്കിയുള്ള തീരുമാനിക്കാമെന്ന് പറയുമ്പോൾ നീ എവിടേക്കാണ് പോകുന്നതെന്നൊക്കെ രാഹുൽ ചോദിക്കുന്നുണ്ട്. അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിച്ചുകൊണ്ട് ശാരി അവിടെ നിന്നും പോകുന്നുണ്ട്. അതുപോലെ തന്നെ രാഹുൽ ശാരിയെ തന്നെ നോക്കി നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്